ഇത് ഞങ്ങൾ തിരൂർ പെരുന്നാൾക്ക് പോയതാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. അതാണ് ഈ ഇരുട്ടത്ത് കാണിക്കണത് കേട്ടോ. ഒരു 5 കിലോമീറ്ററൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നടക്കണം കേട്ടോ, ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ അമ്മയും അരവനയും കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടത്താണ് നടന്ന് പോണത്. കുറേ വഴി ഇരുട്ടത്ത് അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല, ഇരുട്ടെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങളത് ഇവിടെ നിന്ന് ഇട്ടിട്ടാണ് തുടങ്ങണത്, അവരുടെ ഇടവക തുടങ്ങണത്, തിരൂർ ഇടവക. അപ്പോൾ അതേ അമ്മ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്, ആരോ പിന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങാടിയിലേക്ക് കടന്നു. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ഈ സിൽവർ കളറ് അരങ്ങ് നല്ല രസത്തിൽ ഇട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരങ്ങ് കെട്ടിയിട്ട് അതിൻ്റെ അടി കൂടെ നടന്നു പോകാനായിട്ട് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾക്ക് ഇതേപോലെ ഇടുന്ന സമയത്ത് ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട് ആ വഴി കൂടെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഓരോ വീടുകളൊക്കെ നല്ല രസത്തിലെല്ലാ വീട്ടിലും നല്ല അടിപൊളിയായിട്ട് ലൈറ്റും അതിൻ്റേതായിട്ടുള്ള സെറ്റിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പ്രത്യേകിച്ച് എല്ലാ കൊല്ലവും ഇവിടുത്തെ ഈ ലൈറ്റും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വീടുകളിലത്തെ ലൈറ്റും സാധനങ്ങളും കാണാനായിട്ടാണ് പോണത്. അങ്ങനെ എൻ്റെ പള്ളിയിലെത്തി. അപ്പോൾ രൂപക്കൊണ്ട് അവിടെ അമ്പെടുത്ത് വെക്കാനും നരച്ചിടാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ വർത്താനം പറയുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളും അമ്പെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വരി നിന്നു. അങ്ങനെ ദേ അമ്പെടുത്ത് വെച്ചു. ഇത് ഞാനെടുത്ത അമ്പാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 അമ്പെടുത്തു കേട്ടോ. ആനയെ എടുത്തു, അമ്മ എടുത്തു, ആരവെടുത്തു. അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദേ അമ്മയുടെ ഫോട്ടോ ഒന്നും ഇതിൽ തെളിച്ചില്ല കേട്ടോ. അപ്പുറത്തെ ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ദേ അമ്പൊക്കെ വെച്ച് ഞങ്ങൾ ഔസേപ്പിത എന്ന് പറയുന്നത് സെബസ്റ്റ്യാനോസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് പള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാ കൊല്ലം നല്ല ലൈറ്റും എന്താ പറയുക, നല്ല ഇലുമിനേഷനൊക്കെയാണ് കേട്ടോ അവിടെ നടത്താറുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളിതിൽ നേരത്തെ വന്നേന്ന് തോന്നുന്നു, ഇത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇക്കൊല്ലം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിലൊക്കെ കയറി കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴേക്കും ആരവിന് പുറത്ത് ചാടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പൊന്നും കുരിശുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുക്കാറ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലത്തെയും പോലെ പതിവ് പോലെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ പള്ളിയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കാർണിവൽ കാണാൻ പോയതാണ് കേട്ടോ. ആരവിന് ഇത് കാണണമെന്ന് പറഞ്ഞിട്ടേ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പം നേരത്തെ പള്ളിയിലെ ഉള്ളിൽ കയറാൻ തന്നെ വേണ്ട, പള്ളിയുടെ ഉള്ളിൽ കയറൊന്നും വേണ്ട അല്ലേ എപ്പോഴും പള്ളിയിൽ കയറണതല്ല, അത് കാണണ്ട, എനിക്ക് ഈ മരണക്കിണർ കാണണം. ഇതിൻ്റെ പേര് മരണക്കിണർ എന്നങ്ങനെയാണ് അല്ലേ, മരണക്കിണർ കാണണം എന്ന് പറഞ്ഞു. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്. ഞങ്ങൾ 4 കയറിയിട്ടാ. പക്ഷേ ഇവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇവരെ കണ്ടുട്ടാ. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളല്ലേ ഇതൊന്നും ചെയ്യണതെങ്കിലും ഇത് കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാനത് കയറി ഒരു 2 മിനിറ്റ് പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കാണുമ്പോൾ എന്തോ ഒരു നെഞ്ചെടുപ്പ്, ഒരു ഭയങ്കരമായ ഒരു അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ടാ. അപ്പം ഇവിടെ ആ പൂവാടാന്ന് പറയാം. അപ്പം ഇത് ആനയാണ് കേട്ടോ ഈ കാണുന്നത്, ആനയുടെ തലേ കാണുന്നത്. ആനയൊക്കെ ഒരു പേടിയില്ലാണ്ടാണ് കേട്ടോ നിൽക്കണത്. എനിക്ക് റോട്ടിൽ കൂടെ തന്നെ ആൾക്കാരെ ഭയങ്കര സ്പീഡിൽ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അമ്പ് കയറുന്ന സമയങ്ങളായിട്ടാണ് ഒരു 10:30 സമയമായിട്ടുണ്ട് കേട്ടോ. 10 മണി കഴിഞ്ഞിട്ട് എന്തായാലും. അങ്ങനെ ഓരോ അമ്പകൾ കയറി വന്നു തുടങ്ങാണ് കേട്ടോ. ഇത് ഏതാ യൂണിറ്റ് എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നിറച്ച ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. കാരണം പിന്നെ ഞങ്ങൾക്ക് തീരെ ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഈ ആൾക്കാർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നും കിട്ടണില്ല കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണത്. പിന്നെ ആരവിനൊക്കെ സോപ്പിട്ടിട്ട് വേണം കേട്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ചില സമയത്ത് ഒന്നും നിൽക്കാനും പിടിക്കാനും എടുക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുടയും ഒക്കെ പിടിച്ചിട്ട് യൂണിറ്റിലത്തെ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് ബാൻഡ് സെറ്റായിരുന്നു കേട്ടോ ഇവർക്ക്. ബാൻഡ് സെറ്റ് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. കഴിഞ്ഞ പോലെയൊന്നും ഞങ്ങൾക്ക് ഇത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പോലൊക്കെ ഞങ്ങൾ അമ്പ് കയറണേക്കാളും മുമ്പ് വന്നിട്ട് പോയിട്ടാണ്. റോട്ടിൽ വെച്ചിട്ട് അമ്പ് കണ്ടിട്ട് പോയി. പള്ളിയിൽ കയറണ സമയത്തേക്ക് ഞങ്ങൾ വന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം പോയി. ഇക്കൊല്ലം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. അപ്പം ചേട്ടൻ്റെ അമ്മയുടെ ഇടവക വരുന്നത് ഇവിടെയാണ് കേട്ടോ, തിരൂരാണ് കേട്ടോ. അപ്പം അങ്ങനെ അവിടുത്തെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയി, അതായത് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡൊക്കെ പോയി കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും പോകുമ്പോൾ അവിടെ കയറണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നാൽ പിന്നെ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാമല്ലോ, വല്ല വണ്ടി കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ
വന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അതുവരെ കാര്യം ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നടക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് തിരൂർക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കറക്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് വേണ്ടി വരും പറയാം. എന്തായാലും ഒരു 3 കിലോമീറ്ററിനും കൂടുതൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമ്പ് വന്നു. രണ്ടാമത്തെ അമ്പിൻ്റെ ശിങ്കാരിമേളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരവ അപ്പുറത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാ. പക്ഷെ അവൻ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു അമ്പും കൂടി കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു കേട്ടോ. ആ സമയം കുറേ ആയല്ലോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ നടന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വയ്യാണ്ടായി ഒന്നാമത്. രണ്ടാമത് ഇത് പോണ വഴിക്ക് ഒരു കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.